ഹായ് എവരി വൺ, ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളാണ്. അത് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനക്കരുത്ത് നമുക്ക് ഉണ്ടോയെന്ന് പരീക്ഷിക്കുന്നതാണ് അത്. അപ്പോൾ അത് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള മനഃശക്തി തരാൻ വേണ്ടി നമുക്ക് ദൈവത്തിനോടും യൂണിവേഴ്സിനോടും പ്രാർത്ഥിക്കണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് നോക്കാം. പിന്നെ ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ, ഇത് രണ്ടാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ, ഇതാണ് നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ. ഫ്യൂച്ചറിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ. അപ്പോൾ ഓവറോൾ എനർജി വന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാലം അനുകൂലമായി വരുന്നു, നിങ്ങളുടെ സമയം അനുകൂലമായി വരുന്നു. അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 3 of Wands എനർജിയാണ്. 3 of Wands എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത് നിങ്ങൾ എങ്ങോട്ടോ ഒരു ട്രാവൽ പോകാൻ തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ട്രാവൽ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത മാനസികമായ സംഘർഷമുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ വേണ്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തെ താമസം മാറാനോ അല്ലെങ്കിൽ നിങ്ങൾ ദൂര സ്ഥലത്താണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരാനോ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കാനോ അല്ലെങ്കിൽ പോകാനോ അല്ലെങ്കിൽ യാത്ര പോകുന്നതായോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങളെ ആരും ഒറ്റക്കാക്കി പോയതുകൊണ്ടുള്ള വിഷമം ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം തുറന്ന് പറയാൻ മടിയാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ആളോട് ഒരു അഭിമാനികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ഇത് ഇങ്ങനെ തുറന്ന് പറയാം, ഇപ്പോൾ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള വില കിട്ടാണ്ടേ പോകും. അപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അത് നാണക്കേടാവും, താഴ്ന്നു കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരായിട്ട് നല്ലോണം പോലെ നിൽക്കാൻ സാധിക്കും, നിന്നാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഒരു സ്നേഹത്തിൽ നിൽക്കുമോ, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് പറയാൻ മടി, എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരുമോ എന്നുള്ളൊരു ചാൻസ്, ഇങ്ങോട്ട് വന്നിക്കുകയാണെങ്കിൽ ഒരു ചാൻസായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ മടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുമായി സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നത്. അത്രയും അധികം സന്തോഷം, കപ്പ് നിറഞ്ഞൊഴുകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. പിന്നെ അത്രയും സന്തോഷം. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സന്തോഷിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് വരാൻ പോണത്. നിങ്ങൾ ഒരുപാട് വിഷമങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചത് കൊണ്ട് ദൈവമായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തരാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ ജോലിപരമായിരിക്കും, എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് വരാൻ പോകുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്വന്തം സന്തോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. സ്വന്തം സന്തോഷം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. എനിക്ക് മറ്റൊരാളെ സ്നേഹവും സന്തോഷമൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണത്. 6 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓർക്കുന്നുണ്ട്, എല്ലാം സന്തോഷിക്കുന്നുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ അവിടെ എവിടെ കുടുങ്ങിപ്പോയ ഒരവസ്ഥയിൽ ഇപ്പോൾ പെട്ട് കിടക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്ത് അവർ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പോകണമെങ്കിൽ അയാൾ പെട്ടെന്നൊന്നും സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചതിനും വേദനിപ്പിച്ചതിനോ അവഗണനയോടെ പെരുമാറിയതിനൊക്കെ അയാൾ നിങ്ങളോട് മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുന്നതായും വിഷമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആണെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം ഏത് രീതിയിൽ മുന്നോട്ട് പോയാലാണ് നന്നാവുക എന്നൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും, ചിലപ്പോൾ സാമ്പത്തികപരമായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നല്ല ബന്ധം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും, മാരേജ് ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ഇത് നിങ്ങളെക്കുറിച്ചുള്ളതാണ് പറയുന്നത്. നിങ്ങളെല്ലാവരോടും ഒരു സ്നേഹത്തോടെയും നല്ല ഒരു റെസ്പെക്റ്റോടെയൊക്കെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളൊരു സോൾ കണക്ഷൻ ഉള്ളൊരു ബന്ധവും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം പാസ്റ്റിൽ നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിരുന്നിരിക്കും. ഇപ്പം അതൊക്കെ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഒരു സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. സന്തോഷമുള്ള ജീവിതമൊക്കെ ജീവിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളിൽ ആരോ ഒരാൾ ഈ ബന്ധം എൻഡാക്കി കളഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷമം പിടിച്ച ഇതൊക്കെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാത്തിൻ്റെയും എൻഡിങ് ആണ്. ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് നീങ്ങുക. ഇപ്പോൾ ഇത്രയും നാൾ ഈ പേഴ്സണെ ചൊല്ലി നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടും വിഷമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇരുട്ടൊക്കെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നിരാശയാണ്. ആ നിരാശയുള്ള ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കഷ്ടകാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഫേസാണ് നിങ്ങൾ. ഇതിപ്പോൾ എല്ലാവരുടെയും എനർജി ചില ആളുകൾക്കുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ എൻഡാക്കുന്ന ഈ പേഴ്സൺ ഒഴിവാക്കിയ ആളുകളുടെ കാര്യമാണ് ഇതിപ്പോൾ പറയുന്നത്. അപ്പോൾ ആ കഷ്ടകാലം നിങ്ങൾക്ക് അവസാനിച്ചിട്ട് ഇനി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കയറി പിടിക്കാൻ പോകും. വെച്ചടി നിങ്ങൾക്ക് കയറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഓർമ്മകളൊക്കെ അതുകൊണ്ട് മറക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും മറക്കാൻ ശ്രമിച്ചെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഈ പാസ്റ്റ് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ അത്രയൊരു ട്രാപ്പിൽപ്പെട്ടൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്നും ആർക്കും ഇത് എടുത്തടിച്ചോണം മുന്നോട്ട് കയറി പോകാനൊന്നും കഴിയില്ല. നമ്മളെ മൈൻഡ് അതിന് വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, യോഗ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സാവധാനം എല്ലാം ശരിയാവും. എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് മാറിപ്പോകും. ഇതിപ്പോൾ ഒരു ആളുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ആ ആളില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ, മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്നൊക്കെ ചിന്തിക്കണം. അപ്പം ഈ ആളെ കണ്ടിട്ടല്ല നമ്മൾ ദൈവം ഒരു മനുഷ്യനെ കണ്ടിട്ടല്ല നമ്മൾ ദൈവം ഓരോരുത്തരെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരിലും ഓരോ കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ നമ്മൾ പുറത്തെടുത്തിട്ട് ഉള്ള വിഷമങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ നമ്മളെ ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷം. ഈ പേഴ്സണെ കുറിച്ച് മാത്രം ആലോചിച്ച് ആ പേഴ്സൺ ഉണ്ടെങ്കിലേ സുഖം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് എല്ലാത്ത രീതിയിലും പല രീതിയിൽ നമുക്ക് സന്തോഷവും സുഖവും കണ്ടെത്താൻ സാധിക്കും. ഒരു 4 ഓഫ് പെൻറ്റിക്കിളുടെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നിട്ടും കൂടി നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും അവരെ തന്നെ മനസ്സിൽ വിചാരിച്ച് ഇയാളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലൊക്കെ നിങ്ങൾ ജീവിച്ചത്. അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ കൂടിയിട്ട് ഈ വ്യക്തിയെ നിങ്ങളെ കൂടെ തന്നെ ഉള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ കൊണ്ട് നടന്നത്.
അപ്പോൾ എപ്പോഴും നിങ്ങൾ തിരിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷ ഉണ്ടാവുന്നത് നല്ലത്, തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളെ ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ജീവിതം നശിപ്പിക്കരുത്. അതിന് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ സ്വന്തം ചെയ്യാനും, അപ്പോൾ അവർ വരുന്നേ വരട്ടെ. ഇപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വിചാരിച്ച് പോയ ആൾക്കാർക്ക് പിന്നെ നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വരിക വന്ന് നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോട്ടെ. അപ്പോൾ ഇവരെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. അപ്പോൾ ഒരു മജീഷ്യൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മജീഷ്യൻ്റെ കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും നല്ല മാജിക്കൽ ബോണ്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ ആത്മബന്ധം ഉണ്ടാവും. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും. ചിലപ്പോൾ ഈ വ്യക്തി വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വരണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം ഈ പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുക. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, മുന്നോട്ട് നല്ല ഒരു ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കേണ്ട ഏത് രീതിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നാവുക. ഒരു എംപ്രസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പം എംപ്രസിൻ്റെ കാർഡ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഇപ്പോൾ നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തിയുമായി പ്രശ്നത്തിലായതിനു ശേഷവും നിങ്ങൾ നല്ല രീതിയിലായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെയും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. സ്വന്തം വേദനയും വിഷമവും മറ്റുള്ളവർ തുറന്ന് പറയുന്നുണ്ടാവില്ല. നിങ്ങളെ വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കുന്നുണ്ടാവും, എല്ലാവരുടെ ഇടയിലും അഭിമാനിയായിട്ട് ജീവിക്കുന്നുണ്ടാവും, എംപ്രസിനെ പോലെ ജീവിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ എന്തായാലും സ്വന്തമായിട്ട് ബിസിനസ്സോ എന്തെങ്കിലും ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഒരു ജോലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ല ഒരു പ്രോഗ്രസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാരിയറ്റിന് കാർഡ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടൊരു ഗോൾ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയോ തീരുമാനിച്ചിട്ട് നിൽക്കുന്നതായിട്ട് കാണുക. നല്ല വിൽ പവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും. എന്ത് വന്നാലും മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയേ മതിയാകൂ, എന്നെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, എല്ലാ ഭാരങ്ങളും എൻ്റെ ചുമലിൽ ഞാൻ ഏൽക്കും, എന്ത് വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ സഹിക്കും എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ച് നിൽക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മറികടക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത്രയ്ക്ക് വേദനയും വിഷമാണ് നിങ്ങൾക്കുണ്ടായത്. അതെല്ലാം ഒഴിവാക്കാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ട് സ്വയം മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിജയം എന്തായാലും കിട്ടും. നിങ്ങൾ അത്രയും കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട്. കാരണം നിങ്ങളുടെ ഓവറോൾ എനർജി വന്നത് ഒരു വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതിനായിട്ടാണ് വരുന്നത്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനും നല്ല ഗുണത്തിനൊക്കെയുള്ള ഒരു ഫലമായിട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ച് നിങ്ങളെ പേഴ്സണൽ നിങ്ങളിൽ നിന്ന് അകറ്റിയ തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ നോക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ? തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുമോ? തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കും. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ തേർഡ് പാർട്ടി കർമ്മ ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഡെവിളുടെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഒരു ഡെവിളുടെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടാണ് നിങ്ങളെ പേഴ്സണെ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്ന്. അവർക്ക് കർമ്മം ലഭിക്കുമെന്ന് നോക്കിയപ്പോൾ ആദ്യം വന്നത് ഒരു ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ
അവർ നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കുന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തോ ഒരു ഡെവിൾ എനർജി വന്നതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത്. അത്രയും നിരാശയും വിഷമവും സങ്കടത്തിലൊക്കെ ഇരിക്കുക. അവർക്ക് ഇപ്പോൾ ഒന്നും വേണ്ടാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. എന്ത് കൊടുത്താലും ഒന്നും വേണ്ട. ആരെയും സ്നേഹിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്. ഇപ്പോൾ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിന്നിട്ടും ഒരു മനസ്സമാധാനം കിട്ടാത്തൊരവസ്ഥയാണ് അയാൾക്കുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ടു ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത്. അത് പറയുന്നത് അയാളൊരു ജഗ്ലിങ് സിറ്റുവേഷനിലാണുള്ളത്. എന്തെടുക്കണം, ഏത് അവസ്ഥ, ആരുടെ അടുത്തേക്ക് പോകണോ, തേർഡ് പാർട്ടീൻ്റെ അടുത്ത് വിട്ടു പോകാൻ പറ്റുന്നില്ല, തേർഡ് പാർട്ടി അവരെ വിടുന്നില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആകെ വിഷമിച്ച് സ്റ്റക്കായി പോയി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് എന്താണ്, പിന്നെ ബ്ലാക്ക് മാജിക് തന്നെയാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക് എല്ലാം കൂടിയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ എന്തോ സംഭവത്തിൽ അവർ പെട്ടുപോയതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അയാൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനുള്ള ആ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിന്ന് അവർക്ക് അതിനുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഡബിൾ എനർജി, ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എല്ലാം കൂടെ വന്നപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കുക, തേർഡ് പാർട്ടി അവരെ പിടിച്ചു വെച്ച് എന്തോ ഇത് പറയാൻ പറ്റുന്നില്ല. ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവം, അത് എന്താണെന്ന് അങ്ങനെ ഒരു സംഭവത്തിൽ അയാൾ കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ അതിനുള്ള ഫലം തേർഡ് പാർട്ടീൻ്റെ അടുത്ത് തന്നെ അവർ അനുഭവിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.